യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു നാളെ പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, അലൈഹിസ്സലാം, നമ്മുടെ വല്ലിപ്പയാണത്, അലൈഹിസ്സലാം, ജുഅ്സു, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ടായ നേരത്ത്, ഫലം തുതിഅ്നി, നീ എനിക്കെന്തേ ഭക്ഷണം തരാതിരുന്നത്? അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന, അല്ലാഹുക്ക് വിശന്നപ്പന്റെ ഭക്ഷണം കൊടുക്കാഞ്ഞത്? ഇപ്പൊ ചോദിക്കും, നിനക്ക് ഭക്ഷണം തരേ പടച്ചോനെ? വഅൻത റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവനും രക്ഷിതാവല്ലയോ നീ, നിനക്കെന്തിനാണ് റബ്ബേ ഞാൻ ഭക്ഷണം തരേണ്ടത്? നിനക്ക് വിശക്കില്ലല്ലോ. ഇന്ന അബ്ദി ഫുലാനൻ ജാഅ ഫമാ അത്വംത, എന്റെ ഒരു ദാസന് വിശപ്പുണ്ടായപ്പോ നീ എന്തേ ഭക്ഷണം കൊടുക്കാതിരുന്നു? ഇനിയൊരവസരം തരുമോ? ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകാൻ കഴിയുമോ എന്ന് മനുഷ്യർ കൊതിച്ചു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഭക്ഷണം കൊടുക്കാൻ ഓടുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ കാനലി ഇബ്രാഹിം റൗഗത്താൻ, ഇബ്രാഹിം നബി ആരും കാണാതെ ധൃതി പിടിച്ച് ഓടിപ്പോയ രണ്ട് രംഗങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫറാഗ ലഹും ഫറാഗ അലൈഹിം ضربًا باليمين, ഫറാഗ അലൈഹിം ضربًا باليمين, സൂറത്തു സ്വാഫാത്തിലൂടെ. പിന്നെ പറഞ്ഞു, ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. രണ്ട് രംഗമാണ് ഖുർആൻ പറഞ്ഞത്. റാഗ എന്ന് പറഞ്ഞാൽ ഒരു അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോഴേ വീട്ടിലൊന്നുമില്ല എന്ന് വിചാരിക്കുക. നമ്മുടെയൊക്കെ വീടുകളുടെ അവസ്ഥ അങ്ങനെയാണ്. ബഹുഭൂരിപക്ഷം നല്ല ഭംഗിയുള്ള വീടാണ്, നല്ല സൗകര്യമുള്ള, എന്തോരു ചുറുക്കുള്ള വീടാ. അതിന്റെ അകത്ത് കയറിയ ചായപ്പൊടി വരെ ഉണ്ടാവിടെ. ചിലപ്പോ ഒരു വിരുന്നേര് വന്നാൽ പഞ്ചസാര വരെ അതിന്റെ ചായക്കിട്ട് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഓടേണ്ടി വരും. ആ ഓടുന്ന ഓട്ടം വിരുന്നേര് കാണാനും പാടില്ലല്ലോ. അങ്ങനെ അടുക്കള ഭാഗത്ത് കൂടെ മുങ്ങി ഓടുന്ന ഓട്ടത്തിനാണ് റാഗ. ആരും കാണാതെ മുങ്ങുക. എന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ചായക്കടയെ കൊണ്ടുവന്നിട്ട് അതിഥികൾ കൊടുക്കുക. അപ്പൊ അവർക്ക് റാഹത്തായി, അൽഹംദുലില്ലാ. പക്ഷെ ഇദ്ദേഹം കൊണ്ടുവന്നതാണെന്നോ ഇദ്ദേഹം പോകുന്നതോ ആര് കാണരുത്? അതിഥികൾ കാണരുത്. അങ്ങനെ രണ്ടോട്ടം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓടിയത് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒന്ന്, ബിംബാരാധനയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ചെയ്ത ഒരു ത്യാഗമാണ്. രണ്ടാമത്തേത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മാലാഖമാർ മനുഷ്യരൂപത്തിൽ വന്ന നേരത്ത് ഇബ്രാഹിം നബി സൽക്കാരപ്രിയനായിരുന്നു. വല്ലാത്ത സൽക്കാരപ്രിയനാണ്. 3 ചെറുപ്പക്കാരാ കടന്നു വന്നത് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക്. ഒരൊറ്റ മുങ്ങല്. ഫറാഗ ഇലാ അഹ്ലി, നേരെ ചെന്ന് ഒരു കന്നുകാലിയുണ്ടവിടെ, അതിനെ മാംസമായിട്ട് അവർക്ക് കൊടുക്കണം. നേരം അറവ് ചെയ്തു, മാംസം വിതരണം ചെയ്തു. എങ്ങനെ? ശരിക്കങ്ങോട്ട് അതിനെ ബാർബിക്യൂ ചെയ്തിട്ട് കൊണ്ടുവന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബിഇജ്ലിൻ സമീൻ, നല്ല തടിയുള്ള ഒരു 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 കന്നുകാലിയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുകൊടുത്തു. നല്ല തടിയുള്ളത്. എന്നിട്ട് പറഞ്ഞു, തിന്നോളൂ. മലക്കുകളാണല്ലോ, തിന്നൂലല്ലോ. ഫൗജസ മിൻഹും ഖീഫ, ചോനെ തിന്നാത്ത മനുഷ്യന്മാരോ? പറഞ്ഞു, ഞങ്ങൾ മാലാഖമാരാണ്, ഞങ്ങൾ സദൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ചാവുകടൽ നിൽക്കുന്ന പ്രദേശമാണത്, ഡെഡ് സീയുടെ ഭാഗം. സദൂം ആൻഡ് ഗൊമറ 2 പ്രദേശമാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാർ സ്വവർഗരതി നടത്തിയിരുന്ന ഏറ്റവും വലിയ ദുൽമ ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞ, ലോകത്താരും ചെയ്യാത്ത കർമ്മം തുടങ്ങിവെച്ചവർ, ഏറ്റവും വലിയ പാതകം തുടങ്ങിവെച്ച നാട്ടുകാരെ ഭൂമിയുടെ മുകൾ ഭാഗമെടുത്ത് പൊന്തിച്ചിട്ട് മേലോട്ട് കൊണ്ടുപോയി നായകളുടെയും മൃഗങ്ങളുടെയും കരച്ചിൽ പോലും ആകാശലോകം കേൾക്കുമാർ അതിനെ താഴേക്ക് കമിഴ്ത്തടിച്ചു. ആ ഭാഗമാണ് ഡെഡ് സീയുടെ ഭാഗം എന്ന് ചരിത്രം പറയുന്നു. ആ ഉദ്യമത്തിന് പോകുന്ന പോക്കിലാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നത്. ഇബ്രാഹിം നബി സൽക്കാരപ്രിയനാണ്. ഭക്ഷണം കൊടുക്കലാണ് ഇഷ്ടം. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പാലസ് ഉണ്ടായിരുന്നു. ഫലസ്തീനിൽ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിന് 2 കവാടങ്ങളാണ്. 2 കവാടത്തിന്റെ ഇബ്രാഹിം നബി വലിയ അവസ്ഥയിൽ ജീവിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഹാജർ ബീവിയെ മക്കയിൽ കൊണ്ടുവന്നാക്കുന്ന ആ ഒരു വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ പറയും, അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അടക്കമുള്ള ആളുകൾ വിവരിക്കും.
വിവരിച്ചു. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് വരുമ്പോഴേ നമ്മൾ വിചാരിക്കരുത് ഒരു സാധാ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മരുഭൂമിയിലേക്ക് വന്നതാണെന്നല്ല. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന പെണ്ണാണ് ഇങ്ങ് മരുഭൂമിയിലേക്ക് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 2 കവാടങ്ങളുണ്ട് കൊട്ടാരത്തിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, ആ കൊട്ടാരത്തിന്റെ കവാടങ്ങളിൽ കാവലിരിക്കുന്നതിന്റെ ഭൃത്യന്മാരോട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അന്ന് അടിമ സമ്പ്രദായമുണ്ട്, പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഏതൊരു അടിമയും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഗൾഫിലെത്തി കാമട്ടണം എന്ന് പറഞ്ഞ പോലെ ഏതൊരു അടിമക്കും വേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യമാണ്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. പിന്നെ സ്വതന്ത്രനാണ്, ഏത് ജോലിയും ചെയ്യാം, അവനവൻ അധ്വാനിക്കാം. ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ഏതെങ്കിലും ഒരതിഥിയെ കൊണ്ടുവരുന്ന ഒരാൾ അതിഥിയെ കൊണ്ടുവന്നാൽ മതി. അതുകൊണ്ട് തന്നെ അയാൾ ഓട്ടോമാറ്റിക്കലി പിന്നെ സ്വതന്ത്രനാണ്. സ്വാതന്ത്ര്യം വേണോ? അതിഥിയെ കൊണ്ടുവന്നേക്കണമെന്ന. അങ്ങനെ ഒരുപാട് അടിമകൾ ഒരു ഓടും. എവിടെന്നെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ വാ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്നപ്പോ ഒരു സാധു മനുഷ്യൻ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്ക് ഭക്ഷണം കഴിക്കില്ലായിരുന്നത്രേ, ഒരാളെ കൂടെ കൂട്ടുന്നതാണ്. നമ്മളൊക്കെ ഗൾഫ് നാടുകളിലൊക്കെ ബാച്ചലർ റൂമിലൊക്കെ താമസിക്കുമ്പോ ഒറ്റക്ക് പുറപ്പെട്ട് മൂടിയിട്ട് ഹുബൂസ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഷവർമ കൊണ്ടുവന്നിട്ട് മറ്റൊന്നും കാണണ്ട, അല്ലെ ഇവൻ അറിയില്ലാന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. വീട്ടിലൊക്കെ ഉമ്മാര് കുറെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ജ്യേഷ്ഠന്റെ അനുജന്റെ മക്കളുണ്ട്, ഏട്ടത്തിന്റെ കുട്ടികളുണ്ട്, അനിയത്തിന്റെ മക്കളുണ്ട്, ആകെ 2 മിഠായി ഉള്ളൂ. എങ്ങനെ അതൊക്കെ ഊരി വെക്കുക? എന്നാലും 50 കുട്ടികളുണ്ടെങ്കിലും ഒരു മിഠായി ഊരി വെച്ച് കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതാണ് മാതൃക. അല്ലെങ്കിൽ എന്റെ കുട്ടി മാത്രം തിന്നോട്ടെ, വേഗം പൊയ്ക്കോന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് അടിച്ചിട്ട് വാതിൽ പൂട്ട, തിന്ന് കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മക്കളിൽ സ്വാർത്ഥതയുണ്ടാക്കും. സ്വാർത്ഥന്മാരോ മക്കൾ. എന്റെ കാര്യം എന്ന ചിന്ത വരും. പിന്നെ ആ മക്കളെ ഉമ്മാനെ വരെ നോക്കൂല. പഠിപ്പിക്കേണ്ട അങ്ങനെ മോനെ ഓഹരി വെച്ചു കൊടുക്കുന്ന, വീതിച്ചു കൊടുക്കണം. അതാണ്. ഒന്നുള്ളൂ, മതി, ഒരു ചെറിയ പൊട്ട് മതി നിനക്ക്, മുഴുവൻ കഴിക്കണ്ട, നിന്റെ കൂടെയുള്ള കുട്ടികളും കഴിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരു വീട്ടിലേക്കാവും പ്രത്യേകിച്ച്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല അത്രേ, ഒരാൾ കൂടെ വേണം. അങ്ങനെ വന്ന ഒരാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു ഭക്ഷണം കൊടുത്തപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ വരുന്നു, ബിസ്മി ചൊല്ലിക്കോ, ബിസ്മില്ലാഹി, എനിക്ക് ഭക്ഷണം തന്ന അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇയാൾ പറഞ്ഞു, എന്ത് ബിസ്മില്ല, എനിക്കതറിയില്ലല്ലോ. മൻ തഅബുദൂനി, ആരെയാ പിന്നെ ആരാധിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ചോദ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അല്ലാഹുവിനറിയില്ല, ഞാൻ മുസ്ലിമല്ല, ഞാൻ ബിംബാരാധന ചെയ്യുന്ന ആളാണ്, ഒരുപാട് ദൈവങ്ങളുണ്ട് എനിക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ എഴുന്നേൽക്ക്, എന്റെ ഭക്ഷണം നിനക്ക് ഞാൻ തരില്ല, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയാണ്. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ അതാ വഹി വരുന്നു, അല്ലാഹുവിന്റെ വഹി വരുന്നു. ഇബ്രാഹിം നബിയേ, ഈ മനുഷ്യന്റെ വയസ്സെത്രയാണ് നിങ്ങൾക്കറിയുമോ? ഇപ്പൊ ആട്ടി ഓടിച്ചു വിട്ട ആള് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഒരു നേരത്തെ അന്നമുണ്ണാൻ പോകുമ്പോ ബിസ്മില്ലാഹി എന്ന് പറയാൻ അറിയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആട്ടി ഓടിച്ച മനുഷ്യന്റെ വയസ്സെത്രയാണ്? ഖാല ഇബ്രാഹീമു ലാ അദ്രീ യാ റബ്ബ്, അല്ലാഹുവേ എനിക്കറിയില്ല പടച്ചവനെ, വയസ്സെത്രയാണെന്നറിയൂല. ഇപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ മറുപടി വരുന്നു. ഉംറുഹു 50, ആ മനുഷ്യന് 50 വയസ്സായിട്ടുണ്ട്. ചില റിവായത്തുകളിലുണ്ട് 60, 60. രണ്ടാലൊന്നാണ് അല്ലാഹുവിന്റെ മറുപടി. 60 വയസ്സുള്ളൊരു മനുഷ്യൻ. ഉത്ഇമുഹു മുൻദു വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച നാളു മുതൽ ഞാൻ അവന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഇബ്രാഹിം നബിയെ, അന്നു മുതൽ നിസ്കരിക്കുന്നവനല്ല അവൻ, അന്നു മുതൽ എന്നറിയുന്നവനല്ല, അന്നു മുതൽ അവൻ എന്നെ വിളിക്കുന്നവനല്ല. ഞാൻ അവന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലമായി. ഇബ്രാഹിം, നിങ്ങൾ അറിയണം, ഒരു രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ നിങ്ങളുടെ കൂടെ വന്നിട്ട്
ഒരു രാത്രി ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഇബ്രാഹിം. ആ മനുഷ്യൻ 60 കൊല്ലമായി ഞാൻ അന്നം കൊടുക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ മറുപടി വന്നപ്പോഴാണ് ബക്കാ ഇബ്രാഹിം ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞുപോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓടിച്ചെന്ന് വിളിച്ചു, വരണം വരണം, ഓടി വരണം, ഭക്ഷണം കഴിക്കണം. ആചബനി റബ്ബി ഫീക്, നിന്റെ വിഷയത്തിൽ അല്ലാഹു എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു, എന്നെ ചീത്ത പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഭക്ഷണമുണ്ട്. ജാതിയോ മതമോ നോക്കാതെ അന്നം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റണേ എന്ന് എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. മതവിശ്വാസിയല്ലാത്തതിന്റെ പേരിൽ ആട്ടിയോടിക്കല്ല ഭക്ഷണം കൊടുക്കെ. അന്നം തേടി വരുമ്പോൾ നീ അവരെ കൊണ്ട് ഫാത്തിഹ ഓടിപ്പിക്കണ്ട, അവരെ കൊണ്ട് യാസീൻ ഓടിപ്പിക്കണ്ട. നിസ്കരിക്കാൻ അറിയോ, നീ ടെസ്റ്റ് നടത്തണ്ട. നിന്നെ കൊണ്ട് കഴിയുമോ? പാപമാണെന്ന് തോന്നുന്നുണ്ടോ, നീ സഹായിച്ചോ? വഞ്ചിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ, കൊടുക്കണ്ട. എന്നാൽ ഒരു മനുഷ്യന്റെ വിശ്വാസം നോക്കിയിട്ടല്ല സഹായിക്കേണ്ടത്. മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ ഒരു നേരത്തെ അന്നം ഇബ്രാഹിം നബിയെ നിങ്ങളെ കൊണ്ട് എന്തേ കഴിയാതെ പോയത്? 60 കൊല്ലം ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുത്തല്ലോ, അയാളൊന്ന് ബിസ്മി ചൊല്ലിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാതിരുന്നത് ശരിയായില്ല എന്ന് ഉലുൽ അസ്മിൽപ്പെട്ട നബിയായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ മറുപടി വരുന്നു. മുഅ്മിനെ അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി അന്നം കൊടുക്കലാണ്, ഭക്ഷണം കൊടുക്കലാണ്, വെള്ളം കൊടുക്കലാണ്, വസ്ത്രം നൽകലാണ്, സങ്കടപ്പെടുന്നവന്റെ തലയിൽ തലോടലാണ്, അവർക്ക് വിഷമം നീക്കിക്കൊടുക്കലാണ്, സാമ്പത്തികമായ സഹായം, ശാരീരികമായ ഉപകാരം ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രതിഫലമാണ്. നാളെ പരലോകത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഅ്താ ബിഅൻഅമി അഹ്ലിൽ അർള്, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖിച്ച ആളുകളെ നാളെ അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു നാളെ കൊണ്ടുവരും. കോടീശ്വരന്മാരും മില്യനേഴ്സും ബില്യനേഴ്സുമായ ആളുകളെ, കോടിക്കണക്കിന് ആസ്തികളുള്ള ആളുകൾ, എന്നാൽ വിശ്വാസികളല്ലാത്തവരെ അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരികയും നരകത്തിൽ ആ മനുഷ്യനെ ഒരു സെക്കൻഡ് അല്ലാഹു മുക്കിങ്ങോട്ട് പുറത്തെടുക്കുമത്രേ. എന്നിട്ട് ചോദിക്കും, അല്ലാഹുവിന്റെ ചോദ്യം വരുന്നു, സുഖിച്ചത് നിനക്കിപ്പോ ഓർമ്മ വരുന്നുണ്ടോ? അല്ലാഹുവേ, ദൈവമേ, സൃഷ്ടാവേ, ഒരു സെക്കൻഡ് നേരം നരകത്തിന്റെ ശിക്ഷറയുമ്പോഴേക്കും കഴിഞ്ഞ കാലങ്ങളിൽ സുഖിച്ച സുഖങ്ങൾക്ക് മറന്നുപോയി. ഈമാനുണ്ടായിരുന്ന സജ്ജനങ്ങളെ കൊണ്ടുവരും. സങ്കടപ്പെട്ട് കഴിഞ്ഞ ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, കണ്ണിന്റെ കാഴ്ച കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചവർ, കൈകാലുകളെ കൊണ്ട് പരീക്ഷിച്ചവർ, ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് സംബന്ധിച്ച് വിഷമമുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ, വേദന കടിച്ചിറക്കി കഴിഞ്ഞ രോഗികൾ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരു ചെറുപ്പക്കാരൻ വളരെ കളിച്ച് നടന്ന, നല്ല കളിക്കാരനായി നടന്ന, നല്ല ജിം ചെയ്ത് ആരോഗ്യം മസിലുമുള്ളൊരു ചെറുപ്പക്കാരൻ, 28 വയസ്സായിട്ടുള്ളൂ. ബ്ലഡ് ക്യാൻസറായിട്ട് വിഷമത്തിലാണ്. ദുആ ചെയ്യാൻ ആ ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഫോട്ടോ കാണിച്ചു തന്നു. എന്തൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോ ഒരു മാസങ്ങൾക്കിപ്പോഴായപ്പോഴേക്കും എല്ലാ മസിലുകളും, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട്, എന്നാൽ പരീക്ഷയിൽ തന്നെ കഴിയുന്നൊരു ചെറുപ്പക്കാരൻ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫയാക്കണേ റബ്ബേ. നമ്മുടെ സുഹൃത്തുക്കള്, ഒരു സുഹൃത്തിന്റെ ഭാര്യ, പിതാവ് വിഷമകരമായ രോഗത്തിലാണോ എന്ന വിഷമമുണ്ട്, ഡയഗ്നോസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അല്ലാഹുവേ സലാമത്ത് കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസറിന്റെ വിഷമങ്ങളൊക്കെ അങ്ങനെയാണ്. വേദന, എത്ര തന്നെ ഇഞ്ചക്ഷൻ എടുത്താലും മാറാത്ത വേദന, ഗുളിക കുടിച്ചാൽ മാറാത്ത വേദന, ഒന്ന് മരിപ്പിക്കണേ എന്ന് രോഗി പോലും കൊതിച്ചു പോകുന്ന രോഗങ്ങൾ എത്രയാണ്. അല്ലാഹു സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾക്ക് ആ പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിൽ ഒരു നേരം അവരൊന്ന് മുക്കിയെടുക്കുമത്രേ. ഒരു സെക്കൻഡ് നേരം ചോദിക്കും. അല്ലാഹുവിന്റെ ചോദ്യം വരും, ലോകത്ത് ജീവിച്ചപ്പോൾ
പ്രയാസം അനുഭവിച്ചത് എന്തെങ്കിലും ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല റബ്ബേ, സ്വർഗമറിഞ്ഞപ്പോൾ എല്ലാ പ്രയാസങ്ങളും മറന്നുപോയി എന്ന് മനുഷ്യൻ പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇവിടെ സുഖിച്ചവർ നാളെ നരകത്തിന്റെ ഒരു സെക്കൻഡ് നേരത്തെ ശിക്ഷ കൊണ്ട് ദുനിയാവിലെ ആനന്ദങ്ങൾ മുഴുവനും മറന്നുപോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സദ്ദീഖിതങ്ങളുടെ വാക്കുദ്ധരിക്കട്ടെ, സ്വനാഇഉൽ മഅറൂഫ് തഖീ മസാരിഅ അസ്സൂഅ. നന്മകളാണ് നമ്മുടെ പ്രയാസങ്ങളെ തടുക്കുന്നത്, നന്മകളാണ് നമുക്ക് നാളെ കാവലാകുന്നത്. ഒരു ചരിത്രം പറയട്ടെ. ബനുൽ അബ്ബാസ് രാജാക്കന്മാരുടെ മന്ത്രിയായിരുന്ന ഒരാൾ, അതൊരു അപ്പകഷ്ണത്തിന്റെ ഉദാഹരണമാണ്, ഒരു റൊട്ടിയുടെ കഥയാണ്. അവസാനിപ്പിക്കട്ടെ. ബനുൽ അബ്ബാസികൾ അക്രമം ചെയ്തവരായിരുന്നു. ഒരു മന്ത്രി സ്വാലിഹായ ഒരു മനുഷ്യനെ, നിരപരാധിയായ ഒരാളെ കൊല്ലാൻ തൂക്കിലേറ്റാൻ വിധി പറഞ്ഞ് അദ്ദേഹം പോയി കിടന്നുറങ്ങുമ്പോ ജയിലിലടക്കപ്പെട്ട സ്വാലിഹായ മനുഷ്യൻ ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. ഓരോ ദിവസവും ഈ മന്ത്രി സ്വപ്നം കാണുന്നു, ഈ സ്വാലിഹായ മനുഷ്യനെ കൊല്ലാൻ, വധിക്കാൻ, തൂക്കിലേറ്റാൻ പോകുമ്പോൾ ഒരു ഉമ്മ, പാവപ്പെട്ട ഒരു ഉമ്മ, ഒരു റൊട്ടി കഷ്ണം മുമ്പിലെടുത്തിട്ട് തുടരുത് ഈ മനുഷ്യനെ എന്ന് പറയുന്നു. ആ സ്വാലിഹായ ആൾ മുമ്പിലിരിക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല മന്ത്രിക്ക്, ആ വസീറിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോ അദ്ദേഹം ഉറക്കം ഒരാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഇയാളോട് വന്ന് ചോദിക്കുന്നു, യാ അയ്യുഹൽ അബ്ദ്, സജ്ജനങ്ങളിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് നിങ്ങളെപ്പറ്റി തോന്നുന്നുവെന്ന് പറഞ്ഞുതാ എനിക്കൊരു സ്വപ്നദർശനമുണ്ടായി. നിങ്ങളെ തൂക്കിലേറ്റാൻ വിധിച്ച് കിടക്കുന്ന ആ നിമിഷം മുതൽ ഇന്നേ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ദാ വരുന്ന ഒരു ഉമ്മ ഒരു റൊട്ടി കഷ്ണം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളവിടെ ഇരിക്കുന്നൊരു കസേരയിൽ എന്നോട് പറയുന്നു, തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. എന്താണിത്, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, ഇന്നക സഅൽതനീ, ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ചോദിച്ചതുകൊണ്ട് പറയാം. എന്റെ ഉമ്മ ജീവിച്ചിരുന്നൊരു നാള്, ആ ഉമ്മ രാത്രി മാവുണ്ടാക്കി, അപ്പമുണ്ടാക്കി, ആ ഉമ്മ കഷ്ടപ്പെട്ട് അപ്പമുണ്ടാക്കി വേവിച്ചു വെച്ചിട്ട് എന്റെ തലപ്പുറത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊണ്ടുവെക്കുമായിരുന്നു എന്റെ ഉമ്മ. എന്റെ ഉമ്മ എന്നോട് പറയും, മോനെ, ഇത് ഉമ്മ ഇന്നത്തെ രാത്രി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരപ്പമാണ്. നാളെ നേരം പുലരുമ്പോൾ ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ അപ്പം മോനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് കൊടുക്കണേ മോനെ എന്ന് എന്റെ ഉമ്മ എന്നോട് വസീത്ത് ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും, എല്ലാ ദിവസവും. നമുക്കൊക്കെ എത്ര അപ്പം കൊടുക്കാം, എത്ര ഭക്ഷണം കൊടുക്കാം. പള്ളി ദർശനം മുത്തഅല്ലിമീങ്ങൾക്ക് ചില നാട്ടിലൊന്നും ഭക്ഷണം കൊടുക്കൂല, ഞങ്ങൾ ഹോട്ടലിൽ ഏൽപ്പിച്ചരാം. ഉസ്താദുമാർക്ക്, ദീനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഭക്ഷണം കൊടുത്തു. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട് ഞാൻ വിചാരിച്ചില്ല കല്യാണം ഉണ്ടോ പറഞ്ഞു. എല്ലാ വളണ്ടിയർമാർക്കും പ്രവർത്തകന്മാർക്കും അവിടെയാണ് ഭക്ഷണം. അല്ലാഹുവേ നീ ഖൈർ ചെയ്തു കൊടുക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്തു കൊടുക്കണേ റബ്ബേ ആ വീടുകളിലൊക്കെ. അൽഹംദുലില്ലാഹ്, ഇതിന്റെ മുമ്പും ഭക്ഷണം കൊടുത്തവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. എന്റെ ഉമ്മയുണ്ടാക്കിയ ഒരു അപ്പകഷ്ണം ഉറങ്ങാൻ കിടക്കുന്ന നേരത്താണ് ഉമ്മ അപ്പമുണ്ടാക്കി തീരുക. എന്റെ അരികത്ത് വന്ന് പറയും, മോനെ, ഇത് നാളെ നേരം വെളുത്താൽ ഒരാൾക്ക് കൊടുക്കണം. എന്റെ ഉമ്മ മരിക്കുവോളം ഒരു രാത്രിയിൽ ഒരു റൊട്ടി വീതം എന്റെ കയ്യിലേൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് രോഗം വന്ന് കിടക്കുമ്പോ എത്ര നാടുകളിൽ നമ്മൾ പറയാറില്ലേ, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരാൾ നാട്ടിലുണ്ടാവൂല, ആ ഉമ്മയുടെ കൈകൊണ്ട് കഞ്ഞി കുടിക്കാത്തവർ ഈ നാട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന എത്രയോ നല്ല ഉപ്പമാര്, നല്ല ഉമ്മമാർ നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ. അതൊക്കെ വലിയ സൗഭാഗ്യല്ലേ. വറുതിയുടെ ഒരു കാലത്ത് ഇപ്പോഴല്ലേ നമുക്ക് ഷവർമയും ബർഗറൊക്കെ കിട്ടിയത്. കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി വീട്ടുമുറ്റത്ത് നടന്നിരുന്നൊരു കാലുണ്ടായിട്ടില്ലേ. വയലോലകളിൽ ജോലി ചെയ്തിട്ട് ഒരു നേരത്തെ കഞ്ഞി, ഒരു 4-5 വറ്റ് കിട്ടും, അത് മതി, അത് മതി ഭക്ഷണത്തിന്. ഒരു കല്യാണം എന്ന് പറയുന്നത് പെരുന്നാളായിരുന്നില്ലേ. എത്രയോ വീടുകൾ ഭക്ഷണം വിളമ്പി കൊടുത്തില്ല, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഒരുപക്ഷെ അവരൊക്കെ ഒരുപാട് സാമ്പത്തികമായി താഴെ പോയി അവിടൊക്കെ ജോലി ചെയ്ത മക്കൾ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ടാവും. ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ നടന്നു വന്ന വഴി മറന്നു പോവരുത്. നമ്മളെ സഹായിച്ച ആളുകളെ കൈപിടിഞ്ഞു പോവല്ലേ. നമ്മുടെ ഗൾഫിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയവര്, ഒരു വിസ അയച്ചു തന്നവര്, കൂടെ കിടക്കാൻ ഒരു ഇടം തന്നവര്, പിന്നെ നീ വലിയ ബിസിനസ്സുകാരനായി മാറിയിട്ടുണ്ടാവും. എന്നാലും അന്ന് ആദ്യകാലത്ത് കൈപിടിച്ചവരെ മറക്കല്ലേ. എന്റെ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ,
നീ ഈ നന്മ നിർത്തിവെക്കരുത് മോൻ. ഒരു ദിവസം ഒരു ഭക്ഷണം, ഒരു റൊട്ടി ആർക്കെങ്കിലും നീ കൊടുക്കണം മോനെ. അങ്ങനെ എന്റെ ഉമ്മ ചെയ്ത വസിയ്യത്ത് ഞാൻ എന്റെ മരണം വരെ തുടർന്നു കൊണ്ടുപോരാൻ തീരുമാനിച്ചു. ഈ ഒരാഴ്ചയാണ് മുടങ്ങിയത്. നിങ്ങൾ എന്നെ ജയിലിൽ പിടിച്ചിട്ടപ്പോ പാവപ്പെട്ട ഒരു ഉമ്മാക്ക് ഞാൻ കൊടുത്തിരുന്ന ആ റൊട്ടി, എന്റെ ഉമ്മയുടെ മരണശേഷം ഉമ്മ ഏൽപ്പിച്ച വസിയ്യത്ത് ഒരാഴ്ച വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മന്ത്രി കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലാ തമസ്സക മിന്നീ ഉഖൂബത്തുൻ അബദാ, നിങ്ങളെ ഞാൻ ഒരിക്കലും ഇനി ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പിന്മാറുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ് നമ്മൾ ഓർക്കുന്നത്. ഇന്ന സ്വനാഇഅൽ മഅറൂഫി നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രയോ തിന്മകളെ, ശാപങ്ങളെ തടുത്തു വെക്കുമെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.